വരിക്കാശ്ശേരി മനയിലെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പുഞ്ചിരിപ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. ആ മനയുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, മുന്നോട്ട് പോയാൽ മതി. അതേ റോഡ് തന്നെ കുറച്ചൊരു 3-4 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പുഞ്ചിരിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അപ്പോൾ അവിടെ ഉള്ളിലൊക്കെ വണ്ടി നിർത്തുന്ന സ്ഥലമുണ്ട്, പക്ഷേ ഞങ്ങൾ പാർക്കിംഗ് ഇല്ലയെന്ന് കരുതിയിട്ട് പുറത്ത് നിർത്തിയിട്ട് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടന്നിട്ടാണ് പോയത്. ഉള്ളിൽ പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്തിടെ തുടങ്ങിയ ഒരു പാർക്കാണിത്. ഇവിടെ വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് പോയത്, പിന്നെ മഴ സമയവും കൂടെ ആയിരുന്നു. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ അവിടെ ഉള്ളിലുണ്ട്. ചുറ്റും ഒരു വലിയൊരു കുളമുണ്ട്, ആ കുളത്തിന് ചുറ്റും ഇങ്ങനെ പാർക്കുകളൊക്കെയാണ്. പിന്നെ വൈകിട്ട് 7 മണിക്ക് ഇവിടെ വാട്ടർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യും. 7 തൊട്ട് 7:20 വരെയാണ് അതിനുള്ള ടൈം. വാട്ടർ ഡാൻസ് ഉണ്ടെങ്കിൽ 50 രൂപയാണ് ഫീസ് വരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പാർക്ക് മാത്രമൊക്കെ ഉള്ളെങ്കിൽ 30 രൂപ അങ്ങനെയുള്ളൂ ഫീസ് വരുന്നത്. വരിക്കാശ്ശേരി മനയിലാണെങ്കിൽ ഇവിടെ ആണെങ്കിലും ബസ് സൗകര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ് റൂട്ടിൻ്റെ ടൈമിംഗ് ഒക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. വരിക്കാശ്ശേരി മനയിലും അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതൊരു പാടത്തിൻ്റെ സൈഡിലാണ്, അതുകൊണ്ട് തന്നെയാണ് പുഞ്ചിരി പാടം എന്ന് പറഞ്ഞത് അതിനൊരു പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ തണലും കുറേ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ ബഡ് ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അവിടെയാണ് വാട്ടർ ഡാൻസിങ് നടക്കുന്നത്, മ്യൂസിക്കൽ ഡാൻസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, വൈകിട്ട് 7 മണിക്കാണ് അവിടെ കസേരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ഒരു പാർക്കിൻ്റെ ഏരിയയാണ്. ഇതുപോലെ തന്നെ ഊഞ്ഞാലും പിന്നെ സ്ലൈഡും പിന്നെ സീസോയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ തന്നെ ചെറിയ ചെറിയ നമുക്ക് പേരൻസിനും മറ്റുള്ളവർക്കൊക്കെ വിശ്രമിക്കാൻ ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പാടത്തിനെ ഫേസ് ചെയ്തിട്ടുള്ളൊരു നല്ല സ്പോട്ടുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ തന്നെ താറാവ്, അതേപോലെ തന്നെ മീൻ വളർത്തുന്നുണ്ട്, താറാവിന് വളർത്തുന്നുണ്ട് അങ്ങനെ. പിന്നെ തൊട്ടപ്പുറത്ത് ഫാമാണ്, പിന്നെ അതുപോലെ തന്നെ ഫാം ഹൗസ് പണിയുന്നുണ്ട്. ചെറിയ ചെറിയ എന്താ പറയുക, ഈ നമ്മുടെ റിസോർട്ട് മാതിരിയൊക്കെ ഇങ്ങനെ പണിയുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളും ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാ റൈഡിലും കയറി ഇറങ്ങി. കൂട്ടിന് അവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ നന്നായിട്ട്, ശരിക്കും പറഞ്ഞാൽ വരിക്കാശ്ശേരി മനയെക്കാട്ട് കൂടുതൽ അവൻ എൻജോയ് ചെയ്തത് ഇവിടെയാണ്. പിള്ളേർക്ക് പൊതുവെ അങ്ങനെ ആയിരിക്കുമല്ലോ, പിള്ളേർക്ക് ഈ മനയും തറവാടും ഒന്നും കണ്ടിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ലല്ലോ, നമ്മളല്ലേ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അപ്പോൾ അവൻ ശരിക്കും ഇവിടാണ് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത്. ഈ സ്ലൈഡിങ് കയറിയിട്ട് അവൻ ആദ്യം ചെറിയൊരു പേടിയുണ്ടായിരുന്നു, പിന്നെ അതേന്ന് ഇറങ്ങത്തേ ഇല്ലായിരുന്നു. ഞങ്ങൾ പോരാൻ നേരത്ത് പോലും അവൻ അതേന്ന് വരുന്നില്ലായിരുന്നു. ഡ്രസ്സൊക്കെ ഫുള്ള് ചെളിയാക്കിയിട്ട് പിന്നെ വീണ്ടും അവിടെ വെച്ച് ഡ്രസ്സ് മാറേണ്ട അവസ്ഥ വന്നു. അതിൻ്റെ ഇടയ്ക്ക് അവർ അവിടെ തന്നെ വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടു. അപ്പോൾ അതിലെല്ലാം പോയി പിടിച്ചങ്ങനെ ഫുൾ അലമ്പാക്കിയായിരുന്നു അവന്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിനടുത്ത് തന്നെ വലിയൊരു കുളമുണ്ട്, അവിടെ കുളിക്കുകയൊക്കെ ചെയ്യും. അവിടെ നിറയെ മീനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മീനിന് തീറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തീറ്റ നമുക്ക് തന്നെ കൊടുക്കാനായിട്ട് പറ്റും. അവിടെ ഒരു ബക്കറ്റിലിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തീറ്റ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വലിയ വലിയ മീനുകൾ വരുന്നുണ്ട്, വലിയ ഓറഞ്ച് കളറുള്ള മീനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ വെള്ളം തന്നെ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകുന്നത്. ഒരു സിംഗപ്പൂർ മോഡലിലൊക്കെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്തേക്കുന്നത്. അതേ വെള്ളം തന്നെ റൗണ്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ അവിടെ തന്നെ അവിടെ ഇങ്ങനെ കൽപ്പടകളുണ്ട്, അവിടെ കുറേ പേര് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെയാണ് വാട്ടർ ഡാൻസിങ് നടക്കുന്നത്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇതൊക്കെ കാണുമ്പോഴും അവൻ സ്ലൈഡിൽ തന്നെയായിരുന്നു വീണ്ടും വീണ്ടും. അവനൊരു മടുപ്പുമില്ലാതെ ഫുൾ ടൈം അതേലായിരുന്നു. കുട്ടികളുടെ പാർക്കിൻ്റെ സൈഡിലായിട്ട് തന്നെ പാടം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയ പാലം അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കിന് കാണുന്നൊരു സ്പോട്ടാണ് ഇത്. തൊട്ടപ്പുറത്ത് പാലമാണ്. ഇതേപോലെ തന്നെ മുകൾ ഭാഗത്തും വരുന്നുണ്ട്. സ്റ്റെയർ കേസ് കയറി ചെന്നാൽ മുകളിൽ ഇതേപോലെ സ്പോട്ടാണ്. പാടം കാണാം, കുറച്ച് പശുക്കൾ കാണാം, തീറ്റപ്പുൽ കൃഷി കാണാം. അവിടെ ഫാം ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അത് കാണുന്ന റിസോർട്ട് അങ്ങനെ എന്തോ പണിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കയറി ചെല്ലാം. ഇതേപോലെ തന്നെയാണ് മുകളിലും. വൈകുന്നേരമൊക്കെ വന്നിരിക്കാനും ഫാമിലിയായിട്ട് സൊറ പറഞ്ഞിരിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്നാക്സൊക്കെ കിട്ടും. കയറി വരുന്നിടത്താണ് സ്നാക്സും ജ്യൂസും ചായയും അതേപോലെ തന്നെ ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഇതാണ്. എനിക്കൊന്നും വലിയൊരു ഒരുപാട് ഏക്കർ കണക്കിനുള്ള സ്ഥലത്തൊന്നും അല്ല ഇത് ചെയ്തേക്കുന്നത്. പക്ഷേ കുട്ടികളെയും കൊണ്ടൊക്കെ സ്കൂൾ കുട്ടികളെയും കൊണ്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുറേ ബഡ് കൃഷികളാണ്. അപ്പോൾ നാരകം ഉണ്ടായിരുന്നു, അതിൽ നിറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു. എല്ലാം ബഡ് ആയതുകൊണ്ട് തന്നെ ചെറുതായിരിക്കുമ്പോഴേ അതൊക്കെ കായ്ക്കുന്നുണ്ട്. സപ്പോട്ട, അതേപോലെ തന്നെ ചക്ക,
നിലത്ത് കിടന്ന് ചക്ക കണ്ട, നിലത്ത് കിടന്ന് കായ്ക്കുന്ന ചക്ക കണ്ട, എല്ലാം ബഡാണ്. അതേപോലെ തന്നെ ചെന്തങ്ങ് നിറയെ തേങ്ങ ഉണ്ടായിരുന്നു. ഇതൊക്കെ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തേങ്ങയാണ്. അപ്പോൾ ഞങ്ങൾ അവനെ മീനെ കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അവന് തീറ്റ കൊടുക്കുന്നത് ഞങ്ങളിങ്ങനെ കാണിച്ചപ്പോൾ അവനും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവനെയും കൊണ്ട് കൊടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്നവർക്കൊക്കെ അത് തീറ്റ ഇട്ടിങ്ങനെ കൊടുക്കാം കേട്ടോ. ഇതാ ചുമന്ന കളറിലെ മീൻ വരുന്നുണ്ടോ, വലിയ മീൻ വന്നായിരുന്നു കുറച്ച് മുന്നേ. മീന് തീറ്റ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവന് തീറ്റ കൊടുത്തോണ്ടേ ഇരിക്കണം. ബക്കറ്റിലാകെ കുറച്ചേ ഉള്ളായിരുന്നു, കാരണം വരുന്നവരും പോകുന്നവരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. വളരെ കുറച്ചേ ഉള്ളായിരുന്നു മീനിന് തീറ്റ. എന്നാലും കുറച്ച് നേരമൊക്കെ ഇട്ട് കൊടുത്തു. ഇതാ ഈ ഇലക്കകത്താണ് ഇട്ട് കൊടുക്കുന്നത്. സ്വന്തമായിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് എടുത്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ അവൻ കൊടുക്കുമ്പോൾ 2 എണ്ണമൊക്കെ വീടുള്ളൂ. ആളെന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ. അടുത്ത ആളുടെ ഊഴാണ്. അടുത്തത് ദേവശ്രീയാണ് മീൻ തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാത്റൂം സൗകര്യം, വെള്ളം പെട്ടെന്ന് നമുക്ക് പൈപ്പ് എന്തെങ്കിലും ആവശ്യമെന്ന വെള്ളം കഴുകാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പിന്നെ ഇതായി ചെറിയൊരു കുളം പോലെ, അതെന്താണെന്ന് വെച്ചാൽ താറാവിന് വേണ്ടിയിട്ടുള്ളൊരു കുളമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ താറാവിനെ വളർത്തുന്നൊക്കെയുണ്ട്. ഒരുപാട് താറാവൊന്നുമില്ല, കുറച്ച് താറാവൊക്കെ ഉള്ളൂ. താറാവിനെ ഇവിടെ കൂട്ടി കാണാൻ പറ്റും. ഡക്ക് എത്ര ഡക്കുണ്ട് നോക്കിയേ. ഏട്ടാ ഡക്കിനെ തുറക്കാൻ വീട്ടിൽ കൊണ്ടുപോകും. കോഴി റിപ്ലൈ എന്നാന്ന് ദൈവത്തിന് അറിയാം. അവള് തേടാ നിനക്ക് പറ്റിയത്. അപ്പോൾ സുമേഷ് ചേട്ടനാ ചെറിയ ബ്രിഡ്ജിൽ കയറി നിന്ന സമയത്ത് അവർ പെട്ടെന്ന് വെള്ളം ഓണാക്കി. അപ്പം പെട്ടെന്ന് എന്താ ലൈറ്റ്, അതുപോലെ തന്നെ വാട്ടർ ഡാൻസിങ് ഒക്കെ ചെറുതായിട്ട് തുടങ്ങി. ചെറിയ രീതിയിലുള്ളതാണ് കേട്ടോ. മറ്റേത് 7 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ വെള്ളം കണ്ടതോടുകൂടി എല്ലാ എണ്ണം കയറി ആ പാലത്തിന് മുകളിൽ കയറിയിട്ട് അതിനിങ്ങനെ ചെറിയ ചാറിലടിക്കുമല്ലോ. അപ്പോൾ അതിങ്ങനെ ഫുള്ളിങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് 3 പേരും. അപ്പോൾ പുറത്തുനിന്നും പിന്നെ പിള്ളേർ വന്നു തുടങ്ങി. അവരെല്ലാവരും അങ്ങ് നനയാണ്. ഈ വണ്ടിയില്ല ഞാൻ. വെള്ളത്തിലെ കളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഓരോ റൈഡിലൊക്കെ കയറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പോകാമെന്നുള്ള പ്ലാനൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ വാട്ടർ ഡാൻസ് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു വാട്ടർ ഡാൻസ് കാണാനായിട്ട്. അപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ആ പാട്ടുകളൊന്നും ഇടുന്നില്ല, ജസ്റ്റ് വാട്ടർ ഡാൻസിൻ്റെ വീഡിയോസ് മാത്രം കാണിക്കാം. ഇത് കുറേ പാട്ടുകളൊക്കെ ഇട്ടിട്ടാണ്. സിനിമാ പാട്ട് ഫസ്റ്റ് മറ്റേ ഗണപതിയുടെ പാട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഫുള്ള് സിനിമ പാട്ടുകളായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 2 പാട്ട് കണ്ടിട്ട് ഞങ്ങളങ്ങ് ഇറങ്ങി. അപ്പോൾ ഒറ്റപ്പാലം വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ സമയപ്പോൾ എണീറ്റു. പിന്നെ നീല റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. പിന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ വീറ്റ് പൊറോട്ടയും എഗ് മസാല, അതുപോലെ തന്നെ സ്പൈസി ചിക്കൻ, പെപ്പർ ചിക്കനാണ് പറഞ്ഞത്. പിന്നെ ചേച്ചി നോൺ വെജ് കഴിക്കാത്തതുകൊണ്ട് വെജ് ഫ്രൈഡ് റൈസും പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവരെ നമ്മൾ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയുള്ള ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. Okay, bye.